മലയോര മേഖലയായ ഇടുക്കിയെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏറെ ഉള്ള ഒരു സാഹചര്യമായിരിക്കും ഈ മഴക്കാലം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, എന്താണ് നമുക്ക് നിർദ്ദേശങ്ങളായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? ഗുഡ് മോർണിംഗ് മോത്തി. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ജില്ലയിൽ പരക്കെ മഴയാണ്. പക്ഷെ അതിശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ല. ഇടവിട്ട് ഏറിയും കുറഞ്ഞും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 40 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമുക്കറിയാം, പലയിടത്തും മരം വീണും മണ്ണിടിഞ്ഞും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖല, തോട്ടം തൊഴിലാളികൾക്ക് രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏലത്തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഈ മരങ്ങൾ കടപുഴുകി വീഴുകയോ മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്ത് അപകടങ്ങളും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ നിരന്തരം ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജാഗ്രത തോട്ടം തൊഴിലാളികളടക്കം സ്വീകരിക്കേണ്ടതാണ്. നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രയാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സമയത്ത് പുറത്തിറങ്ങാവൂ എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ഇത് കർശനമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ ഇതുവരെ നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. സാധാരണ സാഹസിക വിനോദ കേന്ദ്രങ്ങൾക്ക് ഈ മഴക്കാലമാകുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. പക്ഷേ കാലവർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മഴയുടെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് പരിഗണിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പകൽ സമയത്ത് അങ്ങോട്ടേക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് 2 ദേശീയപാതകൾ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് വ്യാപകമായി മരം കടപുഴുകി വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വശത്ത് മണ്ണ് നീക്കം ചെയ്ത് പലപ്പോഴും അതിൻ്റെ മരങ്ങളുടെ ചോട്ടിൽ മണ്ണില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത് ഒരു ചെറിയ കാറ്റുണ്ടായാൽ പോലും അത് കടപുഴുകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും ഇതിനു മുമ്പും പലപ്പോഴും വലിയ പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ മലയും ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി മൂന്നാർ ഗ്യാപ്പ് റോഡിലുണ്ട്. ദേശീയപാത 183-ൽ നമുക്കറിയാം, മുണ്ടക്കയത്തിന് മുകൾ വശം 35-ാം മൈൽ മുതൽ ഏതാണ്ട് കുട്ടിക്കാനം വരെ വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് മോത്തി.